യൂണിയൻ സർക്കാർ ഫെഡറൽ സംവിധാനത്തിനെ പതുക്കെ പതുക്കെ സാമ്പത്തികമായിട്ട് ഞെരുക്കിക്കൊണ്ട് തുടർന്നു വന്നിരുന്ന ഒരു നയത്തിൻ്റെ ഭാഗം കൂടിയിട്ടാണ്. വലിയ വിമർശനം ഉയരുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ പേരിൽ നിന്ന് മഹാത്മാഗാന്ധിയെ ഒഴിവാക്കി എന്നുള്ളതാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ രാഷ്ട്രീയ മാനമുണ്ട്. എന്ന് മാത്രമല്ല, അതിൻ്റെ പാർലമെന്റിൽ ചർച്ച വന്ന സമയത്ത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് ചൗഹാൻ പറഞ്ഞ ഒരു സെന്റൻസ് ഭയങ്കര കൗതുകകരമാണ്. ഭഗവാൻ രാമൻ നമ്മുടെ ഓരോ ശ്വാസത്തിലുമുണ്ട്. റാംജിയുടെ പേര് കേൾക്കുമ്പോൾ പ്രതിപക്ഷത്തിന് എന്തിനാണ് ഇത്ര അസ്വസ്ഥത? രാമരാജ്യമാണ് ഗാന്ധി വിഭാവനം ചെയ്തത്. അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചപ്പോഴും റാം എന്ന വാക്കാണ് ഉച്ചരിച്ചത് എന്ന് പറയുന്നു. ചരിത്രമൊക്കെ എഴുന്നേറ്റ് നിന്ന് ചിരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന. മഹാത്മാഗാന്ധി മരിച്ചതും മഹാത്മാഗാന്ധി വെടിയേറ്റ് കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ അന്ത്യശ്വാസം വലിക്കുന്ന സമയത്ത് റാം എന്ന് ഉച്ചരിച്ചു എന്ന് ഒരു BJP മന്ത്രി പറയുമ്പോൾ അതിനകത്തെ കാലം ചിരിക്കാതെ മറ്റെന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. വേറൊരു കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഈ ബില്ല് വിതരണം ചെയ്തപ്പോ പുണ്യബാപ്പു റോസ്ഗാർ യോജന എന്നായിരുന്നു പേര്. പിന്നെ ദുരൂഹമായ സാഹചര്യത്തിലാണ് പെട്ടെന്ന് MP മാർക്ക് കൊടുത്ത ഡ്രാഫ്റ്റില് പുണ്യബാപ്പു ഇല്ലാതായി പോയി. ഇല്ല, അതാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ബില്ലും അതിലെ വ്യവസ്ഥകളും വരുന്നത് എന്നുള്ളതാണ്. ഈ ഇതിനകത്ത് ഇനിയും നമുക്ക് യോജിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരുപാട് വ്യവസ്ഥകൾ നിലനിൽക്കുന്നതുകൊണ്ട് ബില്ല് പിൻവലിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിലേക്കൊക്കെ പ്രതിപക്ഷ കക്ഷികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ പാസ്സായേക്കാം, കാരണം അത്രയും ഭൂരിപക്ഷം ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പാസ്സാവാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള എതിർപ്പ് വരുന്നുണ്ട്.